My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്ക് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 149ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഒപ്പിയം എന്ന അധ്യായത്തിൻ്റെ 3ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഒപ്പിയത്തിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള മാനസിക ലക്ഷണങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഔഷധമാണത്. എങ്കിലും അതിന് ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില മാനസിക ലക്ഷണങ്ങൾ, ചില സവിശേഷ രോഗാവസ്ഥകളിൽ അതിൻ്റെ പ്രയോഗം, മറ്റു ചില ഔഷധങ്ങളുമായി എപ്പിസ്, കോഫിയ തുടങ്ങിയ ഔഷധങ്ങളുമായി അതിൻ്റെ ചില കമ്പാരിസൺസ്, അങ്ങനെ അതിൻ്റെ പ്രയോഗത്തിൽ വളരെയധികം സഹായിക്കുന്ന ചില സൂചനകളും ഈ ഭാഗത്ത് കണ്ടുതരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. It takes on the appearance of drinkers, besotted fever with besotted countenance. അപ്പോൾ ഒപ്പിയം പേഷ്യൻറ്റിൻ്റെ ഒരു മുഖഭാവം അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ഈ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ അവസ്ഥ. ലഹരിക്ക് അടിമപ്പെട്ട് എപ്പോഴും ഒരു കണ്ടു കഴിഞ്ഞാൽ മദ്യപാനി അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചൊരു വ്യക്തി എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഭാവഹാവാദികൾ, അതാണ് ഒപ്പിയത്തിൻ്റെ ഒരു പ്രധാന അപ്പിയറൻസ്. ഡെലിറിയം ടെനസ്മസ് വിത്ത് ഓഫുൾ ആങ്സൈറ്റി, വോമിറ്റിംഗ്, കൺജസ്റ്റീവ് ഹെഡേക്ക്, കോൺട്രാക്റ്റഡ് പ്യൂപ്പിൾസ്, വയലന്റ് ഹെഡേക്ക് ആഫ്റ്റർ ഡ്രിങ്കിങ്, എക്സോസ്റ്റൻ. അപ്പോൾ നേരത്തെ നക്സലൊക്കെ നമ്മൾ കണ്ട മാതിരിയാണ് ഡെലിറിയം ട്രമൻസ്. മദ്യത്തിൻ്റെ ഉപയോഗം, ലഹരിയുടെ ഉപയോഗം പൊടുതനെ നിർത്തുന്നവർക്കുണ്ടാകുന്ന ചില വിഭ്രാന്തികൾ, വല്ലാത്ത ഉത്കണ്ഠ, വല്ലാതെന്ന് വെച്ചാൽ വളരെ ഭയാനകമായ ഉത്കണ്ഠ, ഛർദി, തലയിൽ വിങ്ങുന്ന പോലെയുള്ള, തല നിറഞ്ഞിരിക്കുന്ന പോലുള്ള തലവേദന, കൃഷ്ണമണി ചുരുങ്ങിയിരിക്കുന്നു, ഭയങ്കരമായ തലവേദന. ഇപ്പോഴാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ കടുത്ത തലവേദന, പലരെയും ബാധിക്കുന്ന പ്രശ്നമാണത്. നോട്ട് ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, ഡെലിറിയം, കിടപ്പിലായി പോവും, ഇറങ്ങെഴുന്നേക്കാൻ പറ്റില്ല, വല്ലാതെ വിഭ്രാന്തി. മോസ്റ്റ് ഓഫ് ദ കംപ്ലൈൻറ്റ്സ് ആർ അറ്റൻഡഡ് വിത്ത് സ്റ്റൂപ്പർ, lies in a stupor-like apoplexy, cannot be aroused. അപ്പോൾ മിക്ക ലക്ഷണങ്ങളൊപ്പം ആകെ ഒരു മന്ദീഭവിച്ചൊരവസ്ഥയുണ്ട്. പക്ഷാഘാതത്തെ തുടർന്നുണ്ടാകുന്ന ഒരു മയക്കം, പക്ഷാഘാതത്തിൻ്റെ ഭാഗമായ മയക്കം, അങ്ങനത്തെ ഒരു അവസ്ഥ. അതിൽ നിന്നും ഉണർത്താൻ പറ്റില്ല. ചിലർ നമ്മൾ ഉണർത്താൻ ശ്രമിച്ചാൽ ഉണരും, ചിലർ ഉണർത്താൻ ശ്രമിച്ചാൽ ഉണരില്ല. ഉണരാത്തൊരവസ്ഥയാണ് ഒപ്പിയത്തിലുള്ളത്. The opium patient is full of convulsions. The patient wants to be uncovered, wants the cool air, the open air. അപ്പോൾ മൂടിപ്പൊതിച്ച് കിടക്കാൻ താല്പര്യമില്ല, തുറന്ന തണുത്ത വായുവാണ് ആവശ്യം, തുറന്ന അന്തരീക്ഷത്തെ, തുറന്ന പരിസരങ്ങൾ ഇഷ്ടപ്പെടുന്നു. കൺവൾഷൻസ് ഇഫ് ദ റൂം ഈസ് ടു വാം, മുറി വല്ലാതെ ചൂടായിരിക്കുകയാണെങ്കിൽ വലിച്ചുപോച്ചലുകൾ ഉണ്ടാവും. ഒപ്പിസ്റ്റോട്ടോണസ്, ഹെഡ് ഡ്രോൺ ബാക്ക്, സെർബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, തല പിന്നാക്കം ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നൊരവസ്ഥ. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒപ്പിയത്തിലും അതുണ്ട്. സെർബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റീസ്. ഇൻ എ കേസ് ഓഫ് സെർബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റീസ് വി ഫൈൻഡ് കൺവൾഷൻസ് അപ്രോച്ചിങ്. ഒപ്പിസ്റ്റോട്ടോണസ്, ഹെഡ് ഡ്രോൺ ബാക്ക്, കിക്സ് ദ കവേഴ്സ് ഓഫ്, വാണ്ട്സ് എ കൂൾ റൂം, സ്കിൻ റെഡ്, ഫേസ് റെഡ് ആൻഡ് മോട്ടിൽഡ്, പ്യൂപ്പിൾസ് കോൺട്രാക്റ്റഡ്. സെർബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങളും അതിനോട് അനുബന്ധ രോഗാവസ്ഥകളുമാണ് ഇന്ത്യയോട് വിശദീകരിക്കുന്നത്. കൺവൾഷൻസ്, വലിച്ചുപോച്ചലുകൾ ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും, തല പിന്നാക്കം വളഞ്ഞു കിടക്കും, മൂടിപ്പോക്കാൻ പറ്റില്ല, പുതപ്പിച്ച് കഴിഞ്ഞാൽ പുതപ്പിനെ ചവിട്ടി കളയും, തണുത്ത മുറി വേണം, മുഖമാകെ ചോന്നിരിക്കുന്നു, കൃഷ്ണമണികൾ ചുരുങ്ങിപ്പോകുന്നു. Now if the mother puts that child into a hot bath to relieve the convulsions, it will become unconscious and cold as death. അപ്പോൾ ഇത് ചില നാട്ടുപ്രയോഗങ്ങളുടെ ഭാഗമാണ്. നമ്മൾ നാട്ടുപ്രയോഗങ്ങൾ ഈ രോഗിയുടെ താല്പര്യം, രോഗിക്ക് എന്താണ് സുഖം, എന്താണ് അസുഖമെന്ന് ചോദിക്കാതെ നമ്മൾ നാട്ടു നടപ്പനുസരിച്ചുള്ള രീതികൾ. ഇപ്പോൾ കുളിരും പനിയും വന്നു കഴിഞ്ഞാൽ പുതപ്പിച്ച് കിടത്തുക എന്നുള്ളൊരു രീതി, രോഗിക്ക് കംഫർട്ടബിളാണോ ഇല്ലെന്ന് നോക്കില്ല. ചെറിയ കുട്ടികൾ യാത്ര ചെയ്യാൻ നേരം, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ചെറിയ കുട്ടികൾക്ക് കാറ്റടിച്ചാൽ പ്രശ്നമാണെന്ന് എഴുതിയിട്ട് തലയിൽ രോമത്തൊപ്പി വെക്കും,
തൊപ്പി കൊണ്ട് മൂടും, കാല് മൂടി വെക്കും, കാലറ ഇടും, ചിലപ്പോൾ ഷൂസ് ഇട്ട് കൊടുക്കും, ചിലപ്പോൾ കയ്യിറകൾ പോലും ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ടെമ്പറാമെൻ്റ് അതല്ല, അത് മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടു നടപ്പ് നമ്മളുടെ മുൻവിധികൾ, നമ്മളുടെ ധാരണകളനുസരിച്ച് പെരുമാറും. അപ്പോൾ ഇവിടെയും അതാണ് പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് ശമനമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയോ ചൂടുവെള്ളത്തിൽ മുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് കരുതിയിട്ട് ഈ കോൾഡ് അമീലറേഷനുള്ളൊരു കുട്ടിയെ കൊണ്ടുപോയി ചൂടുവെള്ളത്തിൽ മുക്കി അങ്ങനെ ഇരിക്കും. എന്ത് സംഭവിക്കുന്നതാണ് ഈ പറയുന്നത്? ഇറ്റ് വിൽ ബിക്കം അൺകോൺഷ്യസ്. ബോധരാഹിത്യം വരും, ബോധം കെട്ടുപോകും. കോൾഡ് ആസ് ഡെത്ത്. മരിച്ചു പോയതുപോലെ തണുത്ത് മരവിച്ചു പോകും. ഇത്ര മാരകമായ അവസ്ഥ നോക്കുക. ഇഫ് യു ആർ കോൾ ടു സീ സച്ച് എ കേസ്, ബി ഷുവർ ടു ഗിവ് ഒപ്പിയം. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു രോഗിയെ കാണാൻ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ രോഗിയെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡോസ് ഒപ്പിയം കൊടുക്കാൻ മടിക്കേണ്ട, സംശയിക്കാതെ കൊടുക്കാം. ആൻഡ് ഇൻ 12 hours യു വിൽ ബി അസ്റ്റോണിഷ്ഡ് ടു സീ ദ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റിറ്റ്യൂഡ്. 12 മണിക്കൂർ കൊണ്ട് ആ ശാന്തത വരും. അപ്പോൾ ചില കാര്യങ്ങൾക്ക് എൻ്റെ ഉടൻ ശാന്തത എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് രോഗാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 12 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ 12 മണിക്കൂർ വരെ, ഒരു ദിവസത്തിൻ്റെ പകുതി വരെ സമയം കാണണം. അതനുസരിച്ച് ഔഷധം കൊടുക്കുമ്പോൾ രോഗിയോടും ബന്ധുക്കളോടും പറയുകയും വേണം. യു വിൽ ബി അസ്റ്റോണിഷ്ഡ് എന്ന് പറയുന്നത് ആ രോഗിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൽ വരുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇറ്റ് കോമ്പീറ്റ്സ് വിത്ത് എപ്പിസ്. ഈ കാര്യത്തിൽ എപ്പിസുമായിട്ട് ഇതിന് ഒരു മത്സരമുണ്ട്. എപ്പിസുമായിട്ട് മത്സരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതായാലും അടുത്ത അധ്യായമായിട്ട് എപ്പിസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ എപ്പിസിൻ്റെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നമ്മളവിടെ എഴുതി വെക്കണം. പ്യൂപ്പറൽ കൺവെൻഷൻസ്, പ്രസവാനന്തര സന്നി എന്ന് പറയുന്ന അവസ്ഥ, പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വലിച്ചു പോഴ്ചൽ, പനി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. എ മെൻ്റൽ സ്റ്റേറ്റ് അപ്പിയേഴ്സ് ഇൻ ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരു ഒപ്പിയം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സവിശേഷമായൊരു മാനസികാവസ്ഥ പ്രകടമാകും. എന്താണ് നോക്കുന്നത്? ഫിയർ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്സ്. അതാണത്. ഭയവും അതിൻ്റെ പരിണത ഫലങ്ങളും. ഭയം മാത്രമല്ല, ഭയത്തിൻ്റെ പരിണത ഫലങ്ങളും കൂടി ഉണ്ട് ഒപ്പിയത്തിൽ. ദ ഒപ്പിയം പേഷ്യൻസ് വെൻ നോട്ട് ടു സ്റ്റുപ്പിഡ് റോസസ് അപ്പ് ആസ് ഇഫ് സ്റ്റാർട്ടിൽഡ് റോസസ് അപ്പ് വിത്ത് ദ അപ്പിയറൻസ് ഓഫ് ഓഫുൾ ഫിയർ ഓർ ആങ്സൈറ്റി. അപ്പോൾ ഒപ്പിയം പേഷ്യൻ്റ് വല്ലാത്തൊരു സ്റ്റൂപ്പറിലായി പോയിട്ടില്ലെങ്കിൽ, ഒരുവിധം ആക്റ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പേടിച്ച് ഞെട്ടിയിട്ടെന്ന പോലെ ആൾ പെട്ടെന്ന് എഴുന്നേക്കും, ഞെട്ടൽ പോലെ. ഓഫുൾ ഫിയർ ഓർ ആങ്സൈറ്റി, വല്ലാത്ത ഉത്കണ്ഠയോ വല്ലാത്ത ഭയമോ ബാധിച്ച പോലെ ആൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു അവസ്ഥ. ദ ഓൾഡ് ഒപ്പിയമീറ്റർ ഈസ് ഓവർവെൽംഡ് വിത്ത് ആങ്സൈറ്റി ആൻഡ് ഫിയർ. അപ്പോൾ സ്ഥിരമായിട്ട് കറുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ഇപ്പോൾ അങ്ങനത്തെ ഒരു ആളുകളത് ഇപ്പോൾ കണ്ടുകിട്ടാൻ പറ്റില്ല. ഒരു 2 തലമുറ മുമ്പ് അത് അവസാനിച്ചു പോയി. സ്ഥിരം കറുപ്പ് തീറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ആധുനികമായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള മയക്കുമരുന്നുകളാണ്. എങ്കിലും ഈ ലക്ഷണങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് ഒപ്പിയം കൊടുക്കാൻ സാധിക്കും. ഉത്കണ്ഠയും ഭയവും അവരെ ആകെ ഗ്രസിച്ച് കളയും. ഓവർവെൽംഡ്. അവരുടെ സ്ഥായി ഭാവം തന്നെ ഉത്കണ്ഠയും ഭയവുമായിട്ട് മാറും. ഇഫ് എ ഡോഗ് ജമ്പ് അറ്റ് ഹിം സഡൻലി ഹി വിൽ ബി ത്രോൺ ഇൻ ടു കൺവൾഷൻസ്. അപ്പോൾ പെട്ടെന്ന് ഭയക്കാനുണ്ടാകുന്ന സാഹചര്യം, ഒരു നായ ചാടി വീഴുന്നു, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺവൾഷൻസ് ഉണ്ടാകുന്നു, വലിച്ചു കോച്ചലുണ്ടാകുന്നു. ഹാവ് ഡയറിയ, വയറിളക്കം ഉണ്ടാകുന്നു. ഫിറ്റ് ഓഫ് സം സോർട്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഫിറ്റ്സ് ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി ഡേയ്സ് ആൻഡ് വീക്സ് ബിഫോർ ദ ഫിയർ ഈസ് ഗോൺ. ഇങ്ങനെ ഉണ്ടാകുന്ന ഭയവും ഭയത്തിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളും മാറാൻ ദിവസങ്ങളും ചിലപ്പോൾ ആഴ്ചകളും തന്നെ എടുക്കുന്നിരിക്കും. അത്രയ്ക്ക് സ്ഥായിയാണത്. കംപ്ലൈൻസ് ഫ്രം ഫിയർ വെൻ ദ ഫിയർ റിമൈൻസ് ഓർ ദ ഐഡിയ ഓഫ് ദ ഫിയർ റിമൈൻസ്. അപ്പോൾ ഈ ഭയം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴാണ്? ഈ ഭയം സ്ഥായിയായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു നായ വട്ടം ചാടി, നേരെ ചാടി, സാധാരണഗതിയിൽ ആളുകൾ ഭയന്ന് പോകും. കുറച്ച് കഴിയുമ്പോൾ സാധാരണഗതി പ്രാപിക്കുകയും ഈ നായ പോയി, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് രക്ഷിച്ചു. പക്ഷേ ഈ ഭയം ഈ ആളെ തുടർന്നും വേട്ടയാടുകയാണെങ്കിലോ, അതാണ് ഒപ്പിയത്തിൻ്റെ അവസ്ഥ. ഐഡിയ ഓഫ് ദ ഫിയർ റിമൈൻസ്. ഐഡിയ ഓഫ് ദ ഫിയർ, ആ ഭയത്തെക്കുറിച്ചുള്ള ആശയം, ആ ഭയം ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ
ആ വ്യക്തിയിൽ സാഹചര്യങ്ങൾ മാറിയാലും അതിനെക്കുറിച്ചുള്ള ആ ഒരു ആശയം, ചിന്തകൾ മനസ്സിൽ നിൽക്കുന്നു. ഒപ്പിയത്തിൻ്റെ ആ ഒരു ടിപ്പിക്കൽ അവസ്ഥയാണത്. ഓർ ദ കോസ് ഓഫ് ഇറ്റ് കംസ് ബിഫോർ ദ ഐസ്. അതുമല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ആ കാരണം, ഒരു നായ ചാടിയൊരു കാര്യം നമ്മുടെ കൺമുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. ചിലരങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, വല്ലാതെ ഭയന്നവർ, ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നില്ല. ചില അപകടങ്ങൾ കണ്ടവർ, ഇപ്പോഴും ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഞാൻ എറണാകുളത്ത് പാലാരിവട്ടത്തിനടുത്ത് മാമംഗലം താമസിക്കുമ്പോൾ ഞാൻ അവിടെ ഓഫീസിലേക്ക് പോകാൻ, എൻ്റെ പത്രം ഓഫീസിലേക്ക് പോകാൻ ഞാൻ അവിടെ നിന്നാണ് ബസ് കയറിയിരുന്നു കുറേ കാലം. ഒരു സ്ത്രീ പെട്ടെന്ന് റോഡ് മുറിച്ച് കിടന്നു. ഇന്നത്തെ അത്ര ട്രാഫിക്കൊന്നുമില്ല, 94-ലാണ് ഒരു വണ്ടി വന്നു, റോഡിൻ്റെ മറുവശത്ത് നിന്ന് വണ്ടി വന്ന് അവർ ഇടിച്ച് താഴെ വീണു. പെട്ടെന്നൊരു ബോധരഹിതമായിട്ട് വീണു, ഒരു മധ്യവയസ്കയായ സ്ത്രീ. ഇത് കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് ബസ് കയറാൻ നിന്നിരുന്ന ഒരു പെൺകുട്ടി ബോധം കെട്ട് വീണു. എനിക്ക് പരിചയമുള്ളതാണ്, ഞാൻ വാടക താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി എഴുന്നേറ്റു. ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അപ്പോൾ തമ്മനം ബാബുച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് കൂടി പോകാം, ഓട്ടോയ്ക്കാണെങ്കിൽ പോകാം. അങ്ങനെ ഓട്ടോയ്ക്ക് പോയി ബാബുച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചുമില്ല. ഏതായാലും തിരിച്ച് ഒരു 10 മിനിറ്റ് കൂടി യാത്രയുണ്ട്. യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി നോർമലായി. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഭയം ഉണ്ടായാലുള്ള അവസ്ഥകൾ എങ്ങനെയാണ്? അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, ഒരു പേടിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം, ആ കാഴ്ച അത് മനസ്സിൽ ദീർഘകാലം നിൽക്കും. വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ നിൽക്കും. ചിലപ്പോൾ സ്വപ്നം കണ്ട് ആ കാഴ്ച സ്വപ്നം കാണാറുണ്ടെന്ന്. പക്ഷേ ഈ സംഭവം, ഇന്നലെ ആ സ്ത്രീ വാഹനം പിടിച്ചു വീണ സംഭവം, അത് ഇല്ല. ആ മനസ്സിൽ നിന്ന് പോയി, ആഘാതവും പോയി, മനസ്സ് ശാന്തമാണ്. അപ്പോൾ ഒരു ഭവിഷ്യത്തിന് അപ്പോൾ ഒരു ഡോസ് കൊടുത്തിരുന്നു. പിന്നെ എന്തോ 2-3 ഡോസ് കൂടി എങ്ങനെയോ കഴിക്കാണ്ട് കൊടുത്ത് വിടുകയും ചെയ്തു. ഞാൻ ഒരു വർഷത്തോളം ഈ പെൺകുട്ടിയെ ഞാൻ കാണുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ താമസം മാറ്റുന്നവരെ, 95-ൻ്റെ പകുതി വരെ. പിന്നീട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒപ്പിയുമായിരിക്കാം. എ പ്രഗ്നന്റ് വുമൺ ഈസ് ഫ്രൈറ്റൻഡ് ആൻഡ് ആൻ അബോർഷൻ ഈസ് ഇംപെൻഡിങ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഫ്രൈറ്റ് കണ്ടിന്യൂലി ലൂംസ് അപ്പ് ബിഫോർ ഹെയർ ഐസ്. ഒരു ഗർഭിണി ഗർഭാവസ്ഥയിൽ ഇത്തരം പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ചിലപ്പോൾ ഗർഭചിത്രത്തിൽ വരെ ഉണ്ടായി പോവാം. അപ്പോൾ ഗർഭചിത്രത്തിൻ്റെ ഒരു ഭീഷണി ഉണ്ടാകും വിധം ആ ഒരു ചിത്രം അവരുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നു. ലൂംസ് ബിഫോർ ഹെർ ഐസ്. അവരുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്, അത് മാറുന്നില്ല. എപ്പിലെപ്സി ഡേറ്റിംഗ് ബാക്ക് ടു എ ഫ്രൈറ്റ്. ഇതേപോലുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയാനകമായ ഒരു അനുഭവം, ഫ്രൈറ്റ്, അന്ന് തുടങ്ങിയ ഒരു എപ്പിലെപ്സി, ആ സംഭവത്തെ തുടർന്ന് ഒരു അപസ്മാരം തുടങ്ങുന്നു. അത് പിന്നെ തുടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതും ഒപ്പിയത്തിൻ്റെ പരിധിയിൽ വരും. ആൻഡ് ദാറ്റ് ഒബ്ജക്ട്സ് കംസ് അപ്പ് ബിഫോർ ദ ഐസ് ബിഫോർ ദ അറ്റാക്ക് കംസ് ഓൺ ആൻഡ് ദ ഫിയർ ഓഫ് ദ ഫ്രൈറ്റ് റിമൈൻസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അപസ്മാരത്തിൽ പിന്നീട് ഈ അപസ്മാരത്തിൻ്റെ സാധ്യത വരുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഈ പഴയ ആ ഒരു ഭയാനകമായ സംഭവത്തിൻ്റെ ദൃശ്യം മനസ്സിൽ വരും. അപ്പോൾ ആ ദൃശ്യം മനസ്സിൽ വരുമ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് റിയാക്ഷനായിട്ടായിരിക്കണം ഈ അപസ്മാരം വരുന്നത്, ആ അവസ്ഥ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഇമേജ് ലൂംസ് അപ്പോൺ ഹെർ, അല്ലെങ്കിൽ ലൂംസ് അപ്പോൺ ഹിസ് മൈൻഡ്. ആ ചിത്രം മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് അപസ്മാരവും വരാം. ആൻഡ് ദ ഫിയർ ഓഫ് ദ ഫ്രൈറ്റ് റിമൈൻസ്. ആ ഭയാനകമായ ആ ഞെട്ടിപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ചുള്ള പേടി, മനസ്സിലായോ? ആ പേടി എന്നല്ല, ആ ഫ്രൈറ്റ്, ആ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം, ആ സംഭവം, അതിനെക്കുറിച്ചുള്ള പേടി നിലനിൽക്കുന്നു. ഫിയർ ഓഫ് ദ ഫ്രൈറ്റ്. ഹിസ്റ്റീരിക്കൽ അറ്റാക്ക്, ഫിസിക്കൽ ഷോക്ക് വിത്ത് ഡയറിയ ആൻഡ് സംടൈംസ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഹിസ്റ്റീരിയയുടെ ഒരു അറ്റാക്ക് വരാം, ഈ ഫിസിക്കൽ ഷോക്ക്, ഒപ്പം വയറിളക്കം, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനും. അപ്പോൾ വയർ അപ്സെറ്റായെന്ന് അർത്ഥം. റിട്ടൻഷൻ ഓഫ് യൂറിൻ ഓർ റിട്ടേൺ ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ ആസ് റിസൾട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മൂത്രം പോകാതെ കെട്ടിക്കിടക്കാം. ഈ മെൻസ്ട്രൽ ഫ്ലോ നിലച്ചത് തിരിച്ചു വരുന്നു. എത്രമാത്രം ടേമോയിലാണ് ആ ഒരു വൈറ്റൽ എക്കോണമിയിൽ അത് ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഇതിനൊക്കെ ഒപ്പിയം റിമൂവ് ചെയ്ത് കളയും. ഓർ ഇറ്റ് മെ സ്റ്റോപ്പ് ദ മെൻസസ് ഫോർ മന്ത്സ്. അല്ലെങ്കിൽ
മെൻസ്ട്രൽ ഫ്ലോ തിരിച്ചു വരാം, അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ സപ്രസ്ഡ് ആയിട്ട് മാസങ്ങളോളം മെൻസ്ട്രുവേഷൻ വരാതിരിക്കുക, മെൻസ്ട്രൽ ഫ്ലോ ഇല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഓപ്പോസിങ് കണ്ടീഷൻസ് ഉണ്ട്. ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മെൻസ്ട്രൽ ഫ്ലോ റിട്ടേണിംഗ് ഓർ മെൻസ്ട്രൽ ഫ്ലോ സപ്രസ്ഡ്, അങ്ങനെ രണ്ടും വരാം. ഇൻ ദീസ് കണ്ടീഷൻസ് ദർ ഇസ് ഗ്രേറ്റ് ഫിയർ ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഫിയർ റിമെയിൻസ് ബിഫോർ ദ ഐസ്. ഈ ഒരു അവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വല്ലാത്ത ഭയമുണ്ട്. ആ ഭയം ഉണ്ടാക്കുന്ന ചിത്രം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. നമ്മുടെ സംസാര ഭാഷയിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭാഷയിൽ തന്നെ ഉണ്ടല്ലോ, ആ സംഭവം മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പോൾ മാഞ്ഞു പോകാതെ നിന്ന് കുഴപ്പങ്ങളുണ്ടാകുന്ന കേസുകൾ മറ്റ് സിംറ്റംസ് ടോട്ടാലിറ്റി അഗ്രി ചെയ്യുകയാണെങ്കിൽ ഒപ്പിയം ഹീൽ ചെയ്യും. An opium prover, when coming out from under the influence of the drug, sees frightful images, black forms, vision of devils, fire, ghosts, someone carrying off her murder. ഒപ്പിയത്തെ പ്രൂവ് ചെയ്ത ഒരു സ്ത്രീയുടെ അനുഭവമാണ് പറയുന്നത്. അതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൂവിങ് കഴിഞ്ഞിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. എന്തൊക്കെയാണ്? ഫ്രൈറ്റ്ഫുൾ ഇമേജസ്, ഭയാനകമായ ചിത്രങ്ങൾ കാണുന്നു. ബ്ലാക്ക് ഫോംസ്, കറുത്ത നിറത്തിലുള്ള രൂപങ്ങൾ കാണുന്നു. പിന്നെ ഭയാനകമായ ഡെവിൾസ്, ഭയാനകമായ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചുള്ള ചിത്രങ്ങളുണ്ടല്ലോ, ആ ചിത്രങ്ങൾ മനസ്സിലേക്ക് വരുന്നു. അഗ്നി, തീയ്, ഭൂതങ്ങൾ, ഗോസ്റ്റ്, സമൺ ക്യാരിങ് ഇയർ ഓഫ്, തന്നെ ആരെങ്കിലും ഇങ്ങനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്തത്. മർഡർ, ഈ മർഡർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിലായിരുന്നു ഓർഗൻ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. ഏതാണ്ട് സമാന കാലയളവിൽ കെൻഡിൻ്റെ ലെക്ചേഴ്സ് വായിച്ചു തുടങ്ങി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇംഗ്ലീഷിൽ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം പഠിക്കാനുണ്ടാവും. ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായത് മാക്ബത്താണ്. മാക്ബത്ത് ഇതേപോലെ രക്തവും പകയും രക്തവും കൊലപാതകവും ഒക്കെ വരുന്ന ഒരു നാടകമാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്താണ് മാക്ബത്തിൻ്റെ ഭാര്യ ലേഡി മാക്ബത്ത്, അവരാണ് അവരുടെ രാജാവ് കിങ് ഡങ്കനെ കൊല്ലാൻ ആസൂത്രണം നടത്തിയതും ഭർത്താവിന് പ്രേരണ കൊടുത്തത്. പക്ഷെ കൊലപാതകം നടന്ന ശേഷം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടപ്പോഴേക്കും ആ ഭയം അവർ നിലനിൽക്കുകയാണ്. ആ ലേഡി മാക്ബത്തിൻ്റെ വിലാപങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹത്തായ കാവ്യങ്ങളാണ്. അവർ പറയുന്നുണ്ട്, ദ സ്മെൽ ഓഫ് ദ ബ്ലഡ് ഈസ് സ്റ്റിൽ ഇൻ മൈ ലിറ്റിൽ ഹാൻഡ്സ്. കൈകളിൽ ആ രക്തത്തിൻ്റെ മണം ഇപ്പോഴും, അവരുടെ കയ്യിൽ രക്തം തൊട്ടിട്ടില്ല, പക്ഷെ അവർ ആ രക്തച്ചൊരിച്ചിനൊരു കാരണമായതേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ രക്തത്തിൻ്റെ മണമുണ്ട്. ദ പെർഫ്യൂംസ് ഓഫ് ഓൾ അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ ദിസ് ഹാൻഡ് എന്ന് പറയുന്നത്. അറേബ്യ, ഈ സുഗന്ധദ്രവ്യങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധം അറേബ്യയാണ്. അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചാൽ പോലും എൻ്റെ കയ്യിൽ ഈ രക്തത്തിൻ്റെ മണം പോകില്ല. അപ്പോൾ അതിനെന്താണ്, അത് ഫിസിക്കലി അവർ ചെയ്തില്ലെങ്കിൽ പോലും കുറ്റബോധങ്ങളുണ്ടാകുന്ന ആ ഒരു മർഡറിൻ്റെ ചിത്രം, രക്തത്തിൻ്റെ ചിത്രം അവരുടെ മനസ്സിലിങ്ങനെ ഈ ലൂമിങ് എന്ന് പറയുന്നതാണ്, ലൂമിങ് ബിഫോർ ഹെയർ ഐസ്. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രൊഫസർ ശ്രീധരമേനോൻ പഠിപ്പിച്ചിരുന്ന ശ്രീധരമേനോൻ സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹോമിയോപ്പതിയെക്കുറിച്ച് വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കാവുന്ന നല്ലൊരു അധ്യാപകനായിരുന്നു, വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കും. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു, ഹോമിയോപ്പതിയിൽ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയോ, അന്ന് മാക്ബത്തിൻ്റെ കാലത്ത് അവിടെ ഒരു ഹോമിയോപാത്ത് ഉണ്ടായിരുന്നെങ്കിൽ ലേഡി മാക്ബത്ത് ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു, അവരുടെ മനസ്സ് ശാന്തമായി പോയേനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ കൊണ്ടുവരുന്നത്. ഒരു ഭാവനാ സൃഷ്ടി മാത്രമല്ല, അത് ചരിത്രത്തെ ആധാരമാക്കിയുള്ള നാടകങ്ങളാണ് മിക്കതും ഷേക്സ്പിയർ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൂമിങ് പിക്ചർ, ഒരു മർഡറിൻ്റെ, ഒരു ഭയാനകമായ സംഭവത്തിൻ്റെ ചിത്രം ദീർഘകാലം നിലനിൽക്കുന്നു എന്നുള്ള ഒപ്പിയത്തിലെ ഒരു ലക്ഷണം, അതിനൊന്ന് സാധൂകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇമാജിൻസ് ദാറ്റ് പാർട്സ് ഫെൽ ആൻഡ് ദാറ്റ് ഹീസ് ഗോയിങ് ടു ബേഴ്സ്റ്റ്. മറ്റൊരു ഇമാജിനേഷൻ ഒപ്പിയം പേഷ്യൻ്റ്, ശരീരഭാഗങ്ങൾ ഇങ്ങനെ വീർത്ത് വരികയാണ്, വീർത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ പൊട്ടിപ്പോകും, അങ്ങനത്തെ ഒരു തോന്നൽ. ദർ ഇസ് ഓൾസോ എ സെൻസേഷൻ ഓഫ് ബോഡ്ലി വെൽബീയിങ്, ഗ്രേറ്റ് ഹാപ്പിനെസ്, ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ ഫസ്റ്റ് അവേഴ്സ് ഓഫ് ദ ഡ്രഗ്. അപ്പോൾ ഒപ്പിയത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മയക്കുമരുന്നിൻ്റെയും ഒരു പ്രൈമറി എഫക്റ്റാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറുപ്പ് തിന്നാലും കഞ്ചാവ് കഴിച്ചാലും മദ്യം കഴിച്ചാലും ഇപ്പോൾ MDMA എന്ത് കഴിച്ചാലും ശരി, അതിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് അവേഴ്സിലുള്ള സന്തോഷം, ദുഃഖങ്ങളെല്ലാം മറക്കും. അതിനുവേണ്ടിയാണ് പലരും പോകുന്നത്. ദുഃഖങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും മറികടക്കാൻ. ആ
അത് തുടക്കത്തിൽ നടക്കും. ഫസ്റ്റ് അവേഴ്സ് ഉണ്ടോ, ബോഡിലി വെൽബീയിങ്, ശരീരത്തിൻ്റെ ഒരു സുഖം പെട്ടു. ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് പണ്ട് കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് സുഖം കിട്ടിയെന്നുള്ള തോന്നലുണ്ടാകും, ആ തോന്നലിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഗ്രേറ്റ് ഹാപ്പിനെസ്, വല്ലാത്ത സന്തോഷം. ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഫിഡൻസ്, ഭയങ്കര ആത്മവിശ്വാസം. വല്ലാത്ത ഈ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇവർ ക്രൈംസ് ചെയ്യുന്നത്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇൻ ദ ഫസ്റ്റ് അവേഴ്സ് ഓഫ് ദ ഡ്രഗ്, ഈ ഡ്രഗിൻ്റെ കഴിച്ചുള്ള ആദ്യ മണിക്കൂറുകൾ അതാണ് ലക്ഷ്യം. ഹെൻസ് കംപ്ലൈൻസ് ഫ്രം സഡൻ ജോയ്, ആങ്കർ, ഷെയിം, സഡൻ ഫ്രൈറ്റ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ തെറാപ്യൂട്ടിക്കൽ രീതിയിൽ നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സന്തോഷം, പെട്ടെന്നുള്ള ദേഷ്യം, പെട്ടെന്നുള്ള അവമാനം, പെട്ടെന്നുള്ള ഭയം, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത് ഒപ്പിയം ഹീൽ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു തെറാപ്യൂട്ടിക്കൽ യൂസേജ്. സന്തോഷം കൊണ്ട് ഹൃദയസ്തംഭനം വന്ന് കേട്ടില്ല, ലോട്ടറി അടിച്ചെന്ന് കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് ഞെട്ടൽ വരും, ബോധക്ഷയം വന്നൊക്കെ കാണാറില്ലേ. സന്തോഷം കൊണ്ട്, സന്തോഷാധിക്യത്താൽ കരഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് സന്തോഷം കൊണ്ടും ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും പെട്ടെന്നുള്ള ഭയം കൊണ്ടും എല്ലാം കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് ഇത് കവർ ചെയ്യുന്നുണ്ട്, ഒപ്പിയം കവർ ചെയ്യുന്നുണ്ട്. കോഫി ഹാസ് എ സിമിലർ സ്റ്റേറ്റ് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. ഇത്രയൊരു സമാനൊരവസ്ഥ കോഫിയിലുണ്ട്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹീതാവസ്ഥ, നമ്മളെന്തോ ഒരു ദിവ്യത്വം. ചിലർ സ്വയം ഒരു തോന്നൽ ഉണ്ടാവില്ലേ, ദിവ്യത്വം, സിദ്ധി കിട്ടി എന്നൊക്കെ പറയും തോന്നലുണ്ടാവില്ലേ. വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നല്ല, അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇത് വെറും ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയും കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യും. അതാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്, ദിവ്യത്വം കിട്ടിയ ഒരവസ്ഥ. വാസ്തവത്തിൽ മറ്റുള്ളവർ സെൻസ് ചെയ്യുന്നതല്ല, ഒരാളുടെ തോന്നലും ഒരാളുടെ അവകാശവാദവുമാണ്. അപ്പോൾ കോഫിയിലുണ്ട്, പക്ഷേ ഒപ്പിയത്തിൽ അത് മെൻ്റലും ഫിസിക്കലും ആകാം. ഒപ്പിയം ആൻഡ് കോഫി ആർ റിലേറ്റഡ്, ദേ ആൻറ്റിഡോട്ട് ഈച്ച് അതർ. അപ്പോൾ രണ്ടും ഒരു നർക്കോട്ടിക് സ്വഭാവമുള്ള സാധനങ്ങളാണ്. കോഫിയ അതിനൊരു നർക്കോട്ടിക് സ്വഭാവമുണ്ട്. കോഫിയയും ഒപ്പിയവും ഈ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നു, അതുകൊണ്ട് തന്നെ പരസ്പരം ആൻറ്റിഡോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പിയം ഈറ്റേഴ്സ് ലൈക്ക് വിസ്കി ഡ്രിങ്കേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയേഴ്സ്. മറ്റൊരു കാര്യം, വിസ്കി കുടിയന്മാരെ പോലെ ഒപ്പിയം തീറ്റക്കാരും കോൺസ്റ്റിറ്റ്യൂഷണൽ ലയേഴ്സ്. നുണ പറയൽ അവരുടെ സ്ഥായി ഭാവമാണ്. എന്ത് സംഭവിച്ചാലും ഒരു നുണ പറയണം. സത്യം പറയാം എങ്കിൽ പോലും ഒരു നുണ പറഞ്ഞാലേ ഒരു സന്തോഷമുള്ളൂ, ഒരവസ്ഥ. ഇപ്പോൾ ചില ആളുകളിൽ ഇന്ന് മോഷ്ടിക്കണം. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചൊരു ഡൽഹി യാത്ര നടത്തി. ഡൽഹി എന്നെ കാണാമെന്നാണ്. ഞാൻ ഡൽഹിയിൽ കലാസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് കടകളിൽ പോയി. ഇദ്ദേഹം വെറുതെ നിസ്സാര കാര്യങ്ങൾ, വളരെ നിസ്സാര കാര്യങ്ങൾ, കീ ചെയിൻ, അന്ന് കണ്ട 5 രൂപ മറ്റേക്കുള്ള കീ ചെയിൻ മോഷ്ടിക്കുന്നു. ഞാനത് കണ്ടു പറഞ്ഞു, എന്തിനാ? അതേ, എനിക്കൊരു പ്രേരണ, ഇത് കാണുമ്പോൾ മോഷ്ടിക്കാൻ പ്രേരണ ഉണ്ടാവും. പുള്ളിക്കറിയാം ഇത് ക്ലെപ്റ്റോമാനിയാണ്. ഞാൻ പറഞ്ഞു, ഹോമിയോപ്പതി ഒഴിച്ച് നിങ്ങൾ ചികിത്സിക്കാം. അയാൾക്ക് മറ്റു പല മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ഇതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആളാണ്. മദ്യത്തിന് അടിമയായിരുന്നു. അതിനു മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അധികാലത്ത് കണ്ടിട്ടുള്ള ലഹരി ഉപഭോക്താവാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തേക്ക് ചികിത്സിക്കാൻ ശ്രമം നടത്തി നോക്കി. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാനന്ന് ഡൽഹിയിലായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ലെന്നേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലയേഴ്സ്, നുണപറച്ചിലുകാരാണ്. ദേ ഹാവ് നോ കോൺഷ്യസ് ലെഫ്റ്റ്. അവർക്കൊരു മനസാക്ഷി ഇല്ല, മനസാക്ഷി നഷ്ടപ്പെട്ടു പോയി. ഗ്രേറ്റ് സെൻസിബിലിറ്റി ടു സൗണ്ട്, ലൈറ്റ് ആൻഡ് ഫെയിൻറ്റസ്റ്റ് ഓർഡേഴ്സ്. ഇത് പ്രോവർ കൊണ്ടിരിക്കുന്നതാണ്. ശബ്ദത്തോട്, പ്രകാശത്തോട്, വളരെ നിസ്സാരമായ മണങ്ങളോടൊക്കെ അവർ സെൻസിറ്റീവാണ്. ഇതൊക്കെ പല ഔഷധങ്ങളുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഡ്രോസിനസ് വിത്ത് ഹെഡേക്ക് എമൗണ്ടിങ് ഓൾമോസ്റ്റ് സ്റ്റുപ്പർ. തലവേദനയോട് കൂടിയ ആ ഒരു തളർച്ച മിക്കവാറും സ്റ്റുപ്പർ, ആ ഒരു സ്റ്റുപ്പറിൻ്റെ അവസ്ഥയിലേക്ക് വരുത്തും. അതും പ്രൂവ് ചെയ്തിരിക്കുക. മറാസ്മസ്, ചൈൽഡ് റിങ്കിൾഡ് ആൻഡ് ലുക്സ് ലൈക്ക് എ ലിറ്റിൽ ഡ്രൈഡ് അപ്പ് ഓൾഡ് മാൻ. ഗ്രഹണി പിടിച്ച് ഒരു കുഞ്ഞു വൃദ്ധൻ അല്ലെ കുഞ്ഞു വൃദ്ധ അങ്ങനെ തോന്നിക്കുന്ന ആളുകൾ, കുഞ്ഞു വൃദ്ധ അങ്ങനെ തോന്നിക്കുന്ന ആളുകൾ. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചൊരു ഒരുത്തനുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു ഗ്രഹണി പിടിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇയാളെയും ഞാൻ ഇതേപോലെ തേടി ചെന്നു ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ആളപ്പോഴേക്കും മദ്യത്തിന് പൂർണ്ണമായിട്ട് അടിമയായി പോയിരുന്നു. ഞാനപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താമസം മാറ്റുകയും ചെയ്തു. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അഡ്മിറ്റ് ചെയ്തിട്ടത് ചെയ്യിക്കാൻ ഞാൻ നോക്കി, എൻ്റെ സുഹൃത്തുക്കളായ ചില ഡോക്ടർമാരോട് ചേർന്നുകൊണ്ട്. പക്ഷെ അത് പ്രായോഗികമായിട്ട് നടന്നില്ല. ആൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആൾ മരിച്ചു പോവുകയും ചെയ്തു. ഓൾ കേസ് ഓഫ് ലെഡ് പോയ്സണിങ്
ഈയം കൊണ്ടുള്ള പോയിസണിങ്, അതുപോലെ ഈയമായിട്ട് തൊഴിൽപരമായിട്ടും മറ്റുമൊക്കെ സ്ഥിരം ഇടപെടുന്നതിലുണ്ടാകുന്ന പോയിസണിങ്. പൾസാറ്റിലെ ക്യൂവേഴ്സ് ഡയറിയ ഫോളോയിങ് ദ അബ്യൂസ് ഓഫ് ഒപ്പിയം. മറ്റു വിലപ്പെട്ട അറിവ്, ഒപ്പിയത്തിൻ്റെ അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന വയറിളക്കം, അതിന് പൾസാറ്റിലെ ക്യൂർ ചെയ്യും. അപ്പോൾ എത്രയോ കമ്പാരിസൺസ്, എത്രയോ വിവരങ്ങൾ. പൾസാറ്റിലയിൽ ഇത് ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പൾസാറ്റിൽ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇത് പൾസാറ്റിലയിൽ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഒരുപാട് കമ്പാരിസൺസ് ഇവിടെ വരുന്നുണ്ട്. വിശേഷിച്ചും എപ്പിസ്, കോഫിയ, അതിനുള്ള ഒരു നർക്കോട്ടിക് ക്ലാസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത അധ്യായമായിട്ട് നമുക്ക്, അടുത്ത എപ്പിസോഡിൽ നമുക്ക് എപ്പിസ് എടുക്കാം. എപ്പിസ് വളരെ നേരത്തെ തന്നെ പറയേണ്ടിയിരുന്നൊരു ഔഷധമാണ്. എപ്പിസ് നമുക്ക് എടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എപ്പിസിനെ സൂചിപ്പിച്ചു. വളരെയധികം ഉപകരിക്കുന്നതാണ്. അതും ഒരു വിഷവസ്തുവാണല്ലോ. എപ്പിസ് കഴിഞ്ഞ് കോഫിയ, കനാബിസ്, അങ്ങനെയുള്ള ഒരു നർക്കോട്ടിക് ക്ലാസ്സിലുള്ള ഔഷധങ്ങൾ നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ പരമ്പര വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഇത് പരിചയപ്പെടുത്തുക. ലിങ്കുകൾ അയച്ചു കൊടുത്തും മറ്റൊക്കെ പരിചയപ്പെടുത്തുക. നമുക്ക് ഹോമിയോപ്പതിയുടെ സന്ദേശം, ഹോമിയോപ്പതിയുടെ യഥാർത്ഥ ശക്തി പ്രകടമാക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ കുറിച്ചുള്ള സന്ദേശം നമുക്ക് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.